കേരളത്താണെങ്കിൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു മേഖലയായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ന് അങ്ങനെ അരുതാത്തത് സംഭവിച്ചു. 2 മണിക്ക് ശേഷം ആറളം ഫാമിനകത്ത് കശുവണ്ടി സംഭരിക്കാൻ പോയ ദമ്പതികളാണ് കാട്ടാനയുടെ ആക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെട്ടത്. അത് ആ സംഭവത്തിൽ ഇനിയിപ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അവർ നാട്ടുകാരുമായി സംസാരിക്കുന്നുണ്ട്. സ്ഥലം MLA ബഹുമാനപ്പെട്ട സണ്ണി ജോസഫും സംഭവ സ്ഥലത്തുണ്ട്. അവരുമായി ഞാൻ സംസാരിച്ചു. ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. പോലീസ് മേധാവിയുമായി സംസാരിച്ചു. വനം വകുപ്പിലെ ചീഫ് വൈൽഡ് വാർഡൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സംസാരിച്ചു. അപ്പോൾ കളക്ടർക്ക് വേണ്ടി ADM അവരോടിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. സ്വാഭാവികമായ പ്രതിഷേധമാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെയ്യാമെന്നുള്ളതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ആറളം ഫാമും കാടും ജനവാസ മേഖലയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ്. മറ്റു സ്ഥലത്തെ പോലെയല്ല. കാട് തന്നെയാണ്, അതിൻ്റെ അതിർത്തിയാണ് ഫാം. അപ്പോൾ കാടും ഫാമും തമ്മിൽ വരുമ്പോൾ അവിടെ അടിക്കാടുകൾ വെട്ടുന്നത് ഒരു പ്രശ്നമാണ്. അത് പലപ്പോഴായി പറഞ്ഞിട്ട് അത് നടന്നില്ല എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. രണ്ടാമത്തത്, നമ്മുടെ ആനമതിൽ കെട്ടുന്നൊരു സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തുക ചെലവഴിച്ച് SC/ST ഫണ്ട് ഉപയോഗിച്ച് ആനമതിൽ കെട്ടുക. ആ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തൊരു കാര്യം, അവിടെ ഫെൻസിങ്ങുകളും സോളാർ ഹാങ്ങിങ് ഫെൻസുകൾ സ്ഥാപിക്കുന്ന തീരുമാനമുണ്ടായിരുന്നു. ടെൻഡർ നടപടികൾ സ്വീകരിച്ചെങ്കിലും ടെൻഡർ കോട്ട് ചെയ്യാനോ അതുമായി റെസ്പോണ്ട് ചെയ്യാനോ ആളുകൾ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വകുപ്പുകളുടെ ഏകോപനത്തിൽ പാളിച്ചയുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജില്ലാ കളക്ടർ പ്രതികരിച്ചേക്കാം. അദ്ദേഹം തന്നെ പറ്റുമെങ്കിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ഓൺലൈനായി വിളിച്ചു ചേർക്കും. അവിടെ ഇനി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം പ്രത്യേകിച്ച് നടക്കണമെന്ന് ഉള്ളൊരു ആലോചന അവിടെ ഉണ്ട്. തുടർ നടപടികൾക്കായി ഈ നടപടികളല്ല, ഈ പ്രശ്നത്തിന് ശേഷം നാളെയോ മറ്റന്നാളോ അത്തരത്തിലുള്ള ഒരു ആലോചന നടത്തി നമ്മൾ വയനാട്ടിൽ ചെയ്തതുപോലെ ഒരു ക്രാഷ് പ്രോഗ്രാം അവിടെ ഉണ്ടാക്കി ജനങ്ങളെ സംരക്ഷിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് തിരിക്കുന്നുണ്ടോ നാളെ? അല്ല, അത് ഈ മീറ്റിങ്ങിലുണ്ടാകുന്ന ധാരണ അനുസരിച്ചായിരിക്കും. നമ്മൾ ഇവിടെ ജില്ലാ കളക്ടറുടെയും MLA-യുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് വേണ്ടിയല്ല ഈ പ്രശ്നം മാറ്റി ഇനി അങ്ങോട്ടുള്ള ഇത് നമ്മുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ഒരു ഉന്നതതല യോഗം പ്രത്യേകമായി പിന്നെ വേറെ തന്നെ വിളിച്ചു ചേർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാനും മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ തയ്യാറാണ്. മതിൽ കെട്ടുന്നത് അനന്തമായി നീണ്ടുപോകുന്നതുകൊണ്ടാണ് ഈ കാട്ടാന അവിടെ ഇറങ്ങാൻ കാരണം? അല്ല, നിങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞു ഈ മതിൽ കെട്ടിയാൽ ആ ഭാഗത്ത് പ്രശ്നം തീരും, അതുകൊണ്ട് ആനമതിൽ തന്നെ വേണമെന്ന് നിർബന്ധിച്ചത് ജനങ്ങളും മാധ്യമങ്ങളുമാണ്. നമ്മളതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുക കൊടുത്ത് കെട്ടൽ നടപടി ആരംഭിച്ചു. അത് സമയമെടുക്കുന്നൊരു പരിപാടിയാണ്. പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിനുള്ള കാരണം റിവ്യൂ ബന്ധപ്പെട്ട വകുപ്പ് റിവ്യൂ നടത്തിയാൽ മതി. അത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തേണ്ട റിവ്യൂ ആണെന്നത് അത് കളക്ടറോടാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചകൾ കൊണ്ട് തന്നെ ഫലപ്രദമായ തീരുമാനം എടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ കൊണ്ട് തന്നെ തീർക്കുന്നതാണ് എപ്പോഴും ഉചിതം. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വേണമെന്ന ഒരു ധാരണ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഉണ്ടെങ്കിൽ അത് അദ്ദേഹം ശ്രദ്ധയപ്പെടുത്തിയാൽ പോകാമെന്നുള്ള ആലോചനയാണ് എനിക്കുള്ളത്. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നഷ്ടപരിഹാരം നമ്മൾ ഇപ്പം കഴിഞ്ഞ കുറച്ചായിട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ കാലവിളമ്പ് ഇല്ലല്ലോ. കാരണം നമ്മൾ ഗവൺമെൻറ് ബജറ്റിൽ തന്നെ ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് വനം വകുപ്പിന് അനുവദിച്ച പണവും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പണവും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കാര്യങ്ങൾ 10 ലക്ഷം കൊടുക്കുന്നത്. അതിന് വലിയ നിയമ നടപടികളുണ്ട്, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാത്തപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൻ്റെ ഒരു കാലതാമസം ഇപ്പോഴില്ല. പ്രതിഷേധം ശക്തമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രതിഷേധം ശക്തമാണ്. പ്രതിഷേധം എങ്ങനെ വനംവകുപ്പ് കാണുന്നത്? പ്രതിഷേധത്തിന് ഞാൻ എപ്പം എൻ്റെ ഒരു നിലപാടില്ല. പ്രതിഷേധം സ്വാഭാവികമായ പ്രതിഷേധം. കാരണം അവരുടെ ഉറ്റവരും വേണ്ടപ്പെട്ടവരാണ് മരിച്ചിട്ടുള്ളത്. ആ ഹൃദയഭേദമായ കാഴ്ച കാണുമ്പം ജനങ്ങൾക്ക് സ്വാഭാവികമായും പ്രതിഷേധത്തെക്കാൾ വേദന ഉണ്ടാവില്ലേ. ആ വേദനയാണ് പ്രതിഷേധമായി വരുന്നതെന്നാണ് ഞാൻ കണക്കാക്കാറ്. അതുതന്നെയായിരിക്കും അവിടെയും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവരോട് പണക്കൊന്നും നോക്കി നോക്കില്ല. പക്ഷേ അവരുന്നയിക്കുന്ന ആവശ്യങ്ങളോട് ന്യായമായ പരിഹാരം കാണാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഗവൺമെൻറ്റാണ് ഉദ്യോഗസ്ഥന്മാരുമാണ് സൂക്ഷ്മതയോടെ കാര്യക്ഷമതയോടുകൂടി പ്രതികരിക്കേണ്ടത്. പക്ഷേ വനത്തോട് ചേർന്ന് തന്നെയാണെങ്കിലും ജനവാസ മേഖലയിലാണ് ആന ഇറങ്ങി വന്നത്. അതിനെ തുരത്തുന്നതിന് എന്തെങ്കിലും നടപടികൾ വനപാലകർ? അല്ല, ഇവിടെ ഈ തോട്ടത്തിൽ തന്നെയാണ് മൃഗങ്ങൾ. മറ്റ് സ്ഥലങ്ങളിൽ പോലെ വനത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഇത്
ഈ ആറളം ഫാമിൻ്റെ അകത്ത് തന്നെയുണ്ട് ആനകൾ. അപ്പോൾ ആനകൾ അവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഫാമും വനവും തമ്മിൽ വ്യത്യാസമില്ല. ഇതിൻ്റെ ഇടയിലാണ് മനുഷ്യൻ താമസിക്കുന്നത്. പക്ഷേ ഇത് അല്ല, ഇത് കാട്ടിൽ തന്നെ പോയവരാണ്, തൊഴിലുമായി പോയി ബന്ധപ്പെട്ട് പോയവരാണ്. അപ്പോൾ കാട്ടിൽ വന്യജീവികളുണ്ട്, അത് ഇതിൻ്റെ തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഫാമിനുമുണ്ട്. അപ്പോൾ ഈ ഫാമിൽപ്പെട്ട വന്യജീവികളെ കണ്ടെത്തണമെങ്കിൽ അടിക്കാടുകൾ യഥാസമയം വെട്ടി അത് ഒരു കാഴ്ചക്ക് കാണാൻ പറ്റിയ വിധത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. 2 ഏർലി വാർണിംഗ് സിസ്റ്റവും ക്യാമറകളും സ്ഥാപിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം പുരോഗതിയുണ്ട് എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ കുറച്ചും കൂടി മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ നടത്താൻ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ അത് പോകണമെന്ന് പറഞ്ഞാൽ പോകേണ്ടതൊരു ആവശ്യമാണെങ്കിൽ പോകുന്നതിന് യാതൊരു മടിയുള്ള ഒരാളല്ല എന്ന് മാത്രമേ അത് പറയുന്നില്ല. അവരാണ് ചെയ്യേണ്ടത്, വനംവകുപ്പല്ലല്ലോ ചെയ്യേണ്ടത്. വീഴ്ചയുണ്ടപ്പോൾ അല്ല, അത് പരിശോധിക്കുക. വീഴ്ചയുണ്ടായതാണ്, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതൊക്കെ DC ജില്ലാ കളക്ടറൊക്കെ നോക്കിയിട്ട് റിപ്പോർട്ട് തരുമല്ലോ. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാ തുടർ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കുക. അല്ല, ഇപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹം ഒരു വട്ടം കൂടി MLA ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ച് അവിടെ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കുമല്ലോ തരിക. അല്ലാതെ പക്ഷേ ഈ വർഷം തന്നെ ഇത് എത്രാമത്തെ തവണ നമ്മൾ തമ്മിൽ തന്നെ ഇതേ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നതാണോ? ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ നമുക്ക് ചെയ്യേണ്ടത്. അല്ല, ഇന്ന് രാത്രി തന്നെ പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. കളക്ടറെ മുൻകൈ എടുത്തിട്ട് നടത്തുന്ന ചർച്ചകളാണ്. അദ്ദേഹത്തിന് അത് കാര്യക്ഷമമായി നിർവഹിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. MLA ആയിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, ഞാനും സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. CCF അങ്ങോട്ട് എത്തിയിട്ടില്ല. എന്നവർ രാത്രി പിന്നൊന്ന് അവിടുത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാണ്. രാത്രിയാണ് ആനയുടെ സാന്നിധ്യമുള്ളതാണ്, വന്യജനങ്ങളുടെ സാധ്യത. അവിടെ നമ്മൾ അശ്രദ്ധമായുള്ളൊരു ആവേശത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും നടുവിൽ അശ്രദ്ധ കാണിച്ചാൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും അങ്ങോട്ട് ചെല്ലാൻ പേടിയാണ്. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കി ഉദ്യോഗസ്ഥന്മാരുമായും ഗവൺമെൻറ്റുമായും സഹകരിക്കാൻ കഴിയണമെന്നുള്ളൊരു അഭ്യർത്ഥന എനിക്ക് അവരോട് പറയാനുണ്ട്.